ഇന്ന് നമുക്ക് തിരുവായിരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ 2026 ഉത്സവ വിശേഷങ്ങൾ കണ്ടാലോ. എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള ശിവനും ആദിപരാശക്തിയായ പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശിവൻ കിഴക്ക് ഭാഗത്തേക്കും ശ്രീ പാർവതി പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ശിവനാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും ശ്രീ പാർവതിക്കാണ് കൂടുതൽ പ്രസിദ്ധി. ഗണപതി, അയ്യപ്പൻ, സതീദേവി, മഹാവിഷ്ണു, ഭദ്രകാളി, നാഗദൈവങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ദർശനത്തിന് നല്ല തിരക്കാണ്. ഭക്തജനങ്ങളിൽ കൂടുതലും സ്ത്രീകളാണ്. ഭഗവതിയുടെ ദർശനം സ്ത്രീകൾക്ക് ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. അകവൂർ മനയിലെ നമ്പൂതിരി ഐരാണിക്കുളത്തപ്പനെ തൊഴുന്നതിന് സ്ഥിരമായി പോകുമായിരുന്നു എന്നും നമ്പൂതിരിക്ക് പ്രായമായപ്പോൾ യാത്ര ചെയ്യാൻ വയ്യാതായതിനാൽ ഇനി ഭഗവാനെ കാണാൻ വരാൻ പറ്റില്ലെന്ന് കരഞ്ഞു പറഞ്ഞതായും അങ്ങനെ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി ഭഗവാൻ വന്നു എന്നും ഓലക്കുട വച്ച സ്ഥലത്ത് ഭഗവാൻ കുടികൊണ്ടെന്നും ഒരു ഐതിഹ്യം പറയുന്നു. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണിത്. പുലർച്ചെ 4 മണിക്ക് നട തുറക്കുകയും 11 മണിക്ക് അടയ്ക്കുകയും വൈകിട്ട് 5 മണിക്ക് തുറന്ന് 8 മണിക്ക് അടയ്ക്കുകയും ചെയ്തു. ഇവിടെ ദേവിക്ക് പറയിടുന്നത് വലിയ വിശേഷമായിട്ടാണ് കരുതുന്നത്. പിന്നെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. എല്ലാ ഭക്തരും അന്നദാനം കഴിച്ചാണ് മടങ്ങുന്നത്. ഇത് ഇവിടെയുള്ള സ്റ്റാളാണ്. നിറച്ച് സ്റ്റാളുകളുണ്ട്. എന്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇത് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തോട് ചേർന്നുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇവിടെ തിരുവൈരാണിക്കുളത്ത് തൊഴുത് ഈ ക്ഷേത്രത്തിലും തൊഴുവണമെന്നാണ് സങ്കല്പം. തിരുവൈരാണിക്കുളത്ത് തൊഴുത് മഹാവിഷ്ണു ക്ഷേത്രത്തിലും തൊഴുത് ആണ് എല്ലാ ഭക്തജനങ്ങളും മടങ്ങുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. Thank you.